എല്ലാ പ്രിയപ്പെട്ടവർക്കും ത്രയം സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് ഒരു ചോദ്യം പരിചയപ്പെടാം. ആ ചോദ്യം ഇങ്ങനെയാണ്: പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? പാർവതി ജാനി. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: പാർവതിയിൽ ജനിച്ചവൻ, പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ, പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ. ജാനി എന്ന വാക്കിൻ്റെ അർത്ഥം ഭാര്യയാക്കിയവൻ, ജായയാക്കിയവൻ എന്നാണ്. ജായ എന്ന വാക്കിന് ഭാര്യ എന്നാണ് അർത്ഥം. ഭാര്യയുടെ പര്യായമാണ് ജായ. അപ്പോൾ പാർവതി ജാനി, പാർവതിയെ ജായയാക്കിയവൻ, പാർവതിയെ ഭാര്യയാക്കിയവൻ, പരമശിവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. പാർവതി ജായയായിട്ടുള്ളവനാണ് പാർവതി ജാനി. ഇത് ഘടകപദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പരമശിവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമുക്ക് മറ്റു ചില സമസ്ത പദങ്ങളെ ഘടകപദങ്ങളാക്കി നോക്കാം. ഇതാ നോക്കൂ: മുഖ്യപ്രതിഷ്ഠ. മുഖ്യപ്രതിഷ്ഠ അതിനെ ഘടകപദമാക്കുമ്പോൾ മുഖ്യമായ പ്രതിഷ്ഠ. സ്വർണ്ണ നിറം, സ്വർണത്തിൻ്റെ നിറം. പച്ചപ്പുല്ല്, പച്ചയായ പുല്ല് അല്ലെങ്കിൽ പച്ചപ്പുള്ള പുല്ല്. സ്വപ്നതുല്യം, സ്വപ്നത്തിന് തുല്യം. വികാരനിർഭരം, വികാരത്താൽ നിർഭരം. ശാരീരിക ക്ഷമത, ശാരീരികമായ ക്ഷമത അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷമത എന്നാണ് അതിനെ വിഗ്രഹിക്കേണ്ടത്, ഘടകപദമാക്കേണ്ടത്. മറ്റു ചില വാക്കുകൾ നോക്കാം. പുരുഷരത്നം അതിനെ ഘടകപദമാക്കുമ്പോൾ പുരുഷന്മാരിൽ രത്നമായിട്ടുള്ളവൻ, പുരുഷന്മാരിൽ രത്നം എന്നാണ്. ഗതാഗതം അതിനെ ഘടകപദമാക്കുമ്പോൾ ഗതവും ആഗതവും, പോക്കും വരവും, ഗതവും ആഗതവും. ഗതിവിഗതികൾ അതാണ് ഗതിയും വിഗതിയും. അനുക്ഷണം എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ക്ഷണം തോറും എന്നാകും. പാർവതി ജാനി നമ്മളിപ്പോൾ കണ്ടു, പാർവതി ജായയായിട്ടുള്ളവൻ, ഭാര്യയായിട്ടുള്ളവൻ, പരമശിവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മറ്റൊരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യം ഇങ്ങനെയാണ്, അതും ഘടകപദവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ആവിഷ്കാര സ്വാതന്ത്ര്യം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: ആവിഷ്കാരമാകുന്ന സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാരവും സ്വാതന്ത്ര്യവും, ആവിഷ്കാരമോ സ്വാതന്ത്ര്യമോ. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ബി, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഇതുമാതിരി സമാനമായ ചില ഘടകപദങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇതാ നോക്കൂ: ദുഃഖസാഗരം. ദുഃഖസാഗരം ഇതിനെ ഘടകപദമാക്കുമ്പോൾ ദുഃഖമാകുന്ന സാഗരം. നിത്യപ്രയാണം വിഗ്രഹിച്ചാൽ നിത്യമായ പ്രയാണം. യാത്രാരേഖ അതിനെ വിഗ്രഹിക്കുമ്പോൾ യാത്രയ്ക്ക് രേഖ, യാത്രയ്ക്കുള്ള അല്ലെങ്കിൽ യാത്രയ്ക്ക് രേഖ. മാനവ വിജ്ഞാനം അതാണ് മാനവൻ്റെ, മനുഷ്യൻ്റെ വിജ്ഞാനം, മാനവൻ്റെ വിജ്ഞാനമാണ് മാനവ വിജ്ഞാനം. സ്ഥലകാലങ്ങൾ എന്ന സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ഘടകപദമാക്കുമ്പോൾ സ്ഥലവും കാലവും എന്ന് കിട്ടും. സ്ഥലവും കാലവും. പ്രബലമാധ്യമം, പ്രബലമായ മാധ്യമം അതാണ് പ്രബലമാധ്യമം. വിപണി സാധ്യത, വിപണിയിൽ സാധ്യത. അതിന് വിപണിയിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കിയാൽ അതിൻ്റെ വിപണി സാധ്യത എന്ന് വെച്ചാൽ വിപണിയിൽ സാധ്യത എന്നതാണ്. ഔഷധമഹിമ അതിനെ വിഗ്രഹിക്കുമ്പോൾ ഔഷധത്തിൻ്റെ മഹിമ, ഔഷധത്തിൻ്റെ മഹിമ. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മളിപ്പോൾ കണ്ടു, ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ചേറെ ഘടകപദങ്ങൾ, വിഗ്രഹവാക്യമാണ് ഇപ്പോൾ കണ്ടത്. നിങ്ങൾക്കത് മനസ്സിലായി കാണും, ഉപയോഗപ്രദമായി കാണും എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യമാതൃകകളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടുമുട്ടാം. എല്ലാവരും കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.